എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജോബ് വേക്കൻസി ഉണ്ട്. എക്സ്പീരിയൻസ് വേണ്ട ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. തസ്തിക വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. തസ്തിക വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ ആണ്. ആകെ 309 വേക്കൻസിയാണുള്ളത്. അൺറിസർവ്ഡ് 125, EWS 30, OBC 72, SC 55, ST 27 എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത്. അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം റെഗുലർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് 3 ഇയർ ഇൻ സയൻസ് BSc ആണ് വേണ്ടത്. BSc ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ്, ഫിസിക്സും മാത്സും ഉണ്ടായിരുന്നിരിക്കണം. ഇതല്ലെങ്കിൽ ഫുൾ ടൈം റെഗുലർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എനി ഡിസിപ്ലിൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ ഫിസിക്സും മാത്സും പഠിച്ചിരിക്കണമെന്നുള്ളതേ ഉള്ളൂ. ഒന്നുകിൽ BSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാൻഡിഡേറ്റ്സിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പീക്ക് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള പ്രൊഫഷ്യൻസി ഉണ്ടായിരിക്കണം. +2-ലും 10ാം ക്ലാസ്സിലൊക്കെ തന്നെ ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. എഞ്ചിനീയറിംഗ് ഡിഗ്രി വരുമ്പോഴത്തേക്കും BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പാർട്ട് ടൈം ഡിഗ്രി ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രായപരിധി 27 വയസ്സ് വരെയാണ്. കൂടാതെ SC ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വയസ്സിൻ്റെ ഇളവുണ്ട്. അപേക്ഷ ആരംഭിക്കുന്നത് ഏപ്രിൽ 25 മുതലാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി മെയ് 24 ആണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. 40,000 മുതൽ 1,40,000 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. ഇത് കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്റർ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ വിളിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ റിസർവേഷൻ കിട്ടത്തുള്ളൂ. അതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ EWS കാറ്റഗറി ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. SC ST കാറ്റഗറി ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണം. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ വെരിഫിക്കേഷനൊക്കെ ഉണ്ടായിരിക്കും. വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ 1 സെറ്റ് ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയാണ് കൊണ്ടുപോകേണ്ടത്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് www.aai.aero ആണ്. നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക. അവിടെ കരിയേഴ്സ് എന്നുള്ള ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡ് ആയിട്ടൊരു പേഴ്സണൽ ഇമെയിൽ ID ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ബാക്കിയുള്ള റെലവൻറ്റ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC ST കാറ്റഗറിക്കും PWBD കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. മറ്റെന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ വെബ്സൈറ്റിലായിരിക്കും വരുന്നത്. സൈറ്റ് www.aai.aero ആണ്. നിങ്ങൾക്ക് സൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അപേക്ഷ ആരംഭിക്കുന്നത് ഏപ്രിൽ 25 മുതലാണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം.
ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.